ഉപ്പ ഞങ്ങൾ നല്ലവണ്ണം നോക്കിയിരുന്നു. ഉപ്പ മദ്രസയ്ക്ക് പഠിപ്പിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലോ റബ്ബേ. ഉപ്പാക്ക് കറണ്ട് ഷോക്ക് അടിച്ചിട്ടാണ് ഉപ്പ ഇങ്ങനെ കിടത്തത്തിലായത്. മുമ്പൊക്കെ വാപ്പ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് ആരും ആങ്ങലമാരാരില്ല, ചെറിയൊരു അനിയൻ മാത്രമേ ഉള്ളൂ. ഒരു ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഒരാളുടെ മുമ്പും ഒരു ഫോട്ടോയിൽ പോലും ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ടില്ല. മുഖം കാണിച്ചിട്ട് വാപ്പാന്റെ ചികിത്സക്ക് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു 10 പൈസ ഇല്ലാതെയാണ് ഞങ്ങളുള്ളത്. പട്ടിണിയാണ്. എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോ അത് പതിവായി ഞങ്ങൾ നോക്കി നിൽക്കാണ്. എല്ലാവരും മോന്റെ ഉപ്പാനെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. സങ്കടപ്പെടണ്ട കേട്ടോ. ഒരുപാട് ആൾക്കാർ കാരുണ്യ മനസ്സുകൾ സഹായം എവിടെയാണ് ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് നടക്കുന്നവരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മോന്റെ ഉപ്പാക്ക് സഹായം കിട്ടുമെന്ന് യാതൊരു സംശയവുമില്ല. പല ഭാഗത്തും ഒരുപാട് നല്ലവരായ സൗഹൃദങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സഹായിക്കും. മംഗലാപുരം ജില്ലയിലെ തെക്കാറ് ഗ്രാമത്തില് മാജാർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒരു മതപണ്ഡിതനായ ശംസുദ്ദീൻ എന്ന് പറയുന്ന ഈ ഒരു പാവപ്പെട്ട ഉസ്താദിന്റെ വളരെ സങ്കടമുള്ള വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. 15 വർഷക്കാലമായി ഇദ്ദേഹം വാടക വീട്ടിലാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇൻവേർട്ടർ നിന്ന് ഷോക്കടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നട്ടലിന്റെ ബാക്കിൽ ഗുരുതരമായ പരിക്ക് പറ്റി 3ഓളം സർജറി നടത്തേണ്ടതുണ്ട്. ഒരു സർജറി നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 2 സർജറി ചെയ്യണം. ഭൂമായ 15 ലക്ഷം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. വീട് പോലുമില്ല, ഒരു ഗതിയുമില്ല, ഒരു വഴിയുമില്ല. മക്കള് പഠിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മുഹിമ്മാത്തിൽ. ഇവരുടെ അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ ഓർഫനേജിന്റെ ആൾക്കാർ ഇവർക്കൊരു മക്കൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് സർജറി ചെയ്യുവാനും തുടർ ചികിത്സക്കും അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വഴിയുമില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു സഹായ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഒരു കുടുംബത്തെയും കൂടി ചേർത്ത് വിളിക്കണമെന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ 12 വർഷമായി പല പള്ളികളിലും ഇമാമത്തായിട്ടും അതുപോലെ മദ്രസകളിലും ആയിരക്കണക്കിലുള്ള കുട്ടികൾക്ക് അധ്യാപകരായിട്ട് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഉസ്താദാണ് ഞാൻ. കറണ്ട് അപകടം കൊണ്ട് എൻ്റെ നട്ടെല്ല് പൊട്ടി ചികിത്സിക്കാൻ പോലും ഭയങ്കര വിഷമത്തിലാണ് ജീവിതം മുമ്പോട്ട് പോകുന്നു. ചികിത്സിക്കാൻ പണമില്ല. കുട്ടികളുടെ അതുപോലെ പഠനത്തിനും എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. അതുപോലെ വിവാഹം പ്രായം എത്തിക്കൊണ്ടുവരുന്ന ഒരു സമയമാണ്. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് എൻ്റെ കുടുംബത്തെ ഞാൻ മുമ്പോട്ട് പോറ്റിക്കൊണ്ടിരുന്നത്. ആരോടും ഞാൻ കൈനീട്ടി യാചിച്ച് എൻ്റെ കുട്ടികൾക്കോ മക്കൾക്കോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് അതുപോലെ എല്ലാവിധ ബുദ്ധിമുട്ട് മുസീബത്തുകളിൽ അല്ലാഹു കാത്ത് സലാമത്ത് അറിവ് പകർന്നു നൽകിയ ഒരു ഉസ്താദാണ്. ഒരുപാട് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക്. അതുപോലെ ഈ ഉസ്താദിനെ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചാൽ ആ ഉസ്താദ് രക്ഷപ്പെടുന്നുള്ളത് തീർച്ചയാണ്. ഭർത്താവ് പള്ളിയൊക്കെ ജോലി ചെയ്തിട്ട് കുട്ടികളൊന്നും ഒരു വിഷമമില്ലാതെ നല്ല രീതിയിൽ നോക്കിയായിരുന്നു. ഇപ്പോ ഈ സ്ഥിതിയായത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കൈനീട്ടി വരുന്നത്. വാടക വീട്ടിൽ കുറെ കൊല്ലമായി. കഷ്ടപ്പാടുകളൊന്നും പറയാതെ ആരുടെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് ആരില്ലാത്ത രീതിയിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമുക്കൊരു സഹായം ഞങ്ങൾക്ക് കെട്ടിക്കാനും പ്രായമായ പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ആരും താണം തണലായിട്ട് ആരുമില്ല, താങ്ങലുമില്ല. ആരുമില്ലാത്ത അവസ്ഥയിലാണ്. പള്ളിയില് ജോലി ചെയ്ത് ആദ്യം നല്ല രീതിയിൽ പള്ളിയിലൊക്കെ ജോലി ചെയ്ത് കത്തീബായി കുറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഭർത്താവായിരുന്നു. ഇപ്പൊ ഈ സ്ഥിതിയിലായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷംസുദ്ദീൻ ഇംദാദി എന്നുള്ളത് നമ്മളുടെ സ്വന്തം ജ്യേഷ്ഠനാണ്. ഞാൻ തന്നെ 3 പ്രാവശ്യം ഓപ്പറേഷൻ കാര്യങ്ങളിലായി
ഡിസ്ക് വിഷയത്തിൽ ഒരുപാട് കാലം പ്രയാസപ്പെട്ട് 5 വർഷങ്ങളായി ഇതിൻ്റെ പിന്നിലൂടെ. അതുകൊണ്ട് ഉസ്താദിന് ഒരുപാട് പ്രയാസങ്ങളുള്ളതുകൊണ്ട് 3 പെൺകുട്ടികളും മുതിർന്നവരായി വരുന്നുണ്ട്. അതുകൊണ്ട് കല്യാണം കെട്ടിച്ചു കൊടുക്കാനുള്ള പ്രായമെത്തിയ പെൺകുട്ടികളായി മാറുന്നുണ്ട്. ഉസ്താദിന് ജോലി സംബന്ധമായി ഒന്ന് ഇരുന്നുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് അവതരിപ്പിക്കാനും അതുപോലെ തന്നെ വേറെന്തെങ്കിലും നടക്കാൻ പറ്റാത്ത ഒരു വലിയൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ് നാട്ടുകാരായ അതുപോലെ സമൂഹക്കാരായ ഈ സഹായികളായ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇത്രയും പ്രയാസങ്ങൾ അകപ്പെട്ടതായ ഉസ്താദിന് ഒരു നല്ലൊരു സഹായമെന്ന നിലക്ക് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നാട്ടുകാരും അയൽവക്കക്കാരും ഈ നാട്ടിലെ പ്രമുഖരും ജ്യേഷ്ഠന്മാരും കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടി സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഉസ്താദിന് ഒരു ചെറിയ കുടിൽ എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ചികിത്സാ വിഷയത്തിലും ഒരുപാട് കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതപൂർണ്ണമായും ഒരു കാര്യവും പണികളും ജോലികളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സഹായം അഭ്യർത്ഥിക്കുന്നു.